ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെ സമാപിച്ചു, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണ് എന്ന് നോക്കാം. നിഫ്റ്റി ഇന്ന് ഗ്യാപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് മോർണിംഗ്. അതിനുശേഷം ചെറിയൊരു ഹൈ, പിന്നെ ഇറങ്ങി. ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ ഒരു സെൻട്രലിൽ വന്ന് ക്ലോസ് ആയ ഒരു ന്യൂട്രൽ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ബോത്ത് ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റി രണ്ടും സൈഡ് വേസ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിഫ്റ്റി 21,522 ആൻഡ് ബാങ്ക് നിഫ്റ്റി 45,365 ക്ലോസ് ആയിട്ടുണ്ട്. സെൻസസ് 71,139 ക്ലോസ് ആയി. ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് BPCL. നല്ല പെർഫോം ചെയ്തിരിക്കുന്ന സെക്ടർ PSU ബാങ്ക്, ആൻഡ് വേസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന നിഫ്റ്റി എനർജി സെക്ടറും ബജാജ് ഫൈനാൻസ് ആണ് ബിഗ്ഗസ്റ്റ് ലോസർ ആയിരിക്കുന്നത്. ഓക്കെ, സോ ഇന്ന് ടോപ്പ് ഗെയിനർ ആയിട്ടുള്ള സ്റ്റോക്കിൽ ഫസ്റ്റ് എടുത്തു പറയേണ്ട സ്റ്റോക്കാണ് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ്. ജനുവരി 11th ആ ഒരു വീഡിയോയിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നമ്മൾ ആ ഒരു പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ടാർഗറ്റ് 1 month to 2 weeks to 1 month ആണ് ടൈം ഫ്രെയിം പറഞ്ഞിരുന്നത്. ബട്ട് അപ്പോൾ ഉടൻ തന്നെ 1 month അല്ല, അതിന് മുന്നേ തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ദെൻ IRB ഇൻഫ്രാസ്ട്രക്ചർ 13.43 എത്തി. അതുപോലെ ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ്, ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫൈനാൻസ് 7.88% ഉയർന്നിട്ടുണ്ട്. ദെൻ സീലും നല്ല ഉയർന്നിട്ടുണ്ട്. ഓക്കെ, റിവേഴ്സലിന് ശേഷം നല്ല ഉയരുന്നു പറഞ്ഞു, അതുപോലെ ഉയർന്നിട്ടുണ്ട്. സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് 4.59% ഉയർന്നിട്ടുണ്ട്. ദെൻ ഫെർസോ സൊല്യൂഷനും 3.20% ഉയർന്നിരിക്കുന്നു. സോ ലാസ്റ്റ് വീക്കിൽ നമ്മളൊരു 5 സ്റ്റോക്കിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റോക്കിൽ ഫസ്റ്റ് വരുൺ ബിവറേജസ് നോക്കാം എങ്ങനെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. സോ കറൻ്റ്ലി വരുൺ ബിവറേജസ് 1,251 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ 1,300 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മുകളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്യാം. 1,547 വരെ പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് 5,841 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 5,950 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 6,200 വരെ പോകാൻ സാധ്യതയുണ്ട്. 4 to 5% വരെ ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുണ്ട്. ഹോൾഡ് ചെയ്യുക. ദെൻ JB കെമിക്കൽസ് 1,651 ടാർഗറ്റ് ഏകദേശം ഹിറ്റ് ആവാറായി. 1,700 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1,740, 1,900 വരെ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഹോൾഡ് ചെയ്യുക ഈ ഒരു സ്റ്റോക്ക്. അതുപോലെ ഹോണറ്റ് അല്ലെങ്കിൽ ഹണിവെൽ ഓട്ടോമേഷൻ 38,727 ട്രേഡ് ചെയ്യുന്നു. 39,000 ആണ് ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു രത്നവീർ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് 123 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 150 ടാർഗറ്റ് വരും. 23% വരെ ഉയരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു 5 സ്റ്റോക്കിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ചില സ്റ്റോക്കിൽ ടാർഗറ്റ് വന്നിട്ടില്ല. ഓക്കെ, ചില സൈഡ് വേസിൽ പോയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് 2 weeks to 1 month ടൈം ഫ്രെയിം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ടാർഗറ്റിൽ വരുന്നതായിരിക്കും. സോ ഹോൾഡ് ചെയ്യുക. ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള 6 സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ അപ്പോൾ ഞാൻ മുന്നേ ഒരു ഡിസ്ക്ലൈമർ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. സോ നിങ്ങളും കൂടി എന്ത് ചെയ്യുക, സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യുക. ടെക്നിക്കലായിട്ടും
അതുപോലെ വാല്യുവേഷൻ, ഫിനാൻഷ്യൽ ഒക്കെ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാകും. ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ മാത്രമാകുന്നു. ഇതിൽ ഫസ്റ്റ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്ന സ്റ്റോക്ക് ജിൻഡാൽ സ്റ്റെയിൻലെസ്. ഓക്കെ, സോ 572 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 650 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു 13.5% വരെ ഉയരാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. ഹിക്കർ ലിമിറ്റഡ് സെക്കൻഡ് സ്റ്റോക്ക് 297 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 300 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 320, 360 വരെ പോകാൻ സാധ്യതയുണ്ട്. 60 പോയിന്റ്സ് ഉയരാൻ സാധ്യതയുണ്ട്. 21 to 22% വരെ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. ദെൻ സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് ഇന്ന് 4.59 ഉയർന്നിട്ടുണ്ട്. നെക്സ്റ്റ് ടാർഗറ്റ് 150 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 180 വരെ പോകാൻ സാധ്യത. 26% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. നല്ല ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ദെൻ മനപ്പുറം ഫിനാൻസ് 184 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഒരു റെക്റ്റാങ്കിൾ ബോക്സ് ഫോം ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ടാർഗറ്റ് നമുക്ക് 23% വരെ ഉയരാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ് മനപ്പുറം ഫിനാൻസ്. അതുപോലെ GMR ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, 78 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 81 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സൂൺ 100 റീച്ച് ചെയ്യാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. 22% വരെ ഉയരാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഈ ഒരു സ്റ്റോക്കാണ്. ഇവർക്ക് നല്ല ഓർഡേഴ്സ് വരുന്നുണ്ട്. സോ ഈ ഒരു സ്റ്റോക്ക് മെയിനായിട്ട് ക്വാർട്ടർലി റിസൾട്ട് വൈസ് നോക്കിയാലും ബെറ്ററാണ്. ഇലക്ട്രോണിക്സ് സെക്ടറിൽ 3rd പ്ലേസിൽ വരുന്നു. LED മാനുഫാക്ചറിങ്, ടെസ്റ്റിംഗ് ഇതിലൊക്കെയാണ് മെയിൻ. സേഫ്റ്റി പ്രോഡക്ട്സ് ഒക്കെ ആണ് ഇവരുടെ മെയിനായിട്ടുള്ള ബിസിനസ് എന്ന് വെച്ചാൽ. 666 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. മോട്ടിലാൽ ഒസ്വാൾ ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. 830 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നല്ല ഒരു ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. നെറ്റ് പ്രോഫിറ്റ് അതുപോലെ ഫിനാൻഷ്യൽ വൈസ് നോക്കിയാലും ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഒക്കെ തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 66.66%. സോ ഈ ഒരു 6 സ്റ്റോക്കിലാണ്. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്കിൽ ബ്രേക്ക്ഔട്ട് തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻസിലൂടെ മറക്കാതെ രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആകും. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, വീഡിയോസ് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോസ്, ക്രൂഡ് ഓയിൽ അതുപോലെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്യുക. നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.